ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മർത്തമറിയം വനിതാ സമാജം സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക യുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ നമുക്ക് ഈ പുതിയ വർഷത്തിന്റെ 2ാം വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചല്ലോ. ഒന്ന് നിറഞ്ഞ ഹൃദയത്തോടെ തരാൻ പോകുന്ന അനുഗ്രഹത്തിന് അവകാശികളാകുന്നു നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എത്ര പാഴ്ച ഉണ്ടായിട്ടും നമ്മെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാകുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ പ്രാർത്ഥനയിൽ നയിക്കണമേ എന്ന് അപേക്ഷിക്കുവാൻ ബഹുമാനപ്പെട്ട എബി അബ്രഹാമച്ചനെ പ്രത്യേകമായി അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, നല്ല പ്രഭാതത്തിനായി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകുന്ന എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നിന്റെ കൃപയിൽ ബലപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ബലഹീനതകളും ഓർക്കാതെ നന്മകളും അനുഗ്രഹങ്ങളും നൽകി അടിയങ്ങളെ സഹായിക്കണമേ. നിന്റെ ശക്തിയിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് സഹായിക്കണമേ. പുതിയ വർഷം ഞങ്ങൾക്കെല്ലാം അനുഗ്രഹത്തിൻ്റെതും നന്മയുടേതുമായി തീരണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ, ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാവരെയും തൃക്കൺ പാർക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കണമേ. അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തൊട്ട സൗഖ്യമാക്കണമേ. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുരിതത്തിലും കഴിയുന്ന അനേകരുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. നീ തന്നെ അവർക്ക് സഹായിയും വഴികാട്ടിയും സഹായം ചെയ്യുന്നവനും നീ തന്നെ ആയിരിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭ്യുന്നത തിരുമേനിയെയും ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. യുവാക്കളെയും യുവതികളെയും അനുഗ്രഹിക്കണമേ. ജോലിക്കായി ആഗ്രഹിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണം. എല്ലാവർക്കും അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തണമേ. വഴി ഏതെന്ന് കാണിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഒരു സാന്നിധ്യം കൂടെ എപ്പോഴും ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് ചേർന്ന് നടക്കുന്നവരായി നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരും അറിയുന്നവരുമായി തീരുവാനിടയാകണം. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാനിടയാകണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ തന്നെ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും ശ്രേഷ്ഠ വൈദികന്മാർക്കും പശുമാർക്കും മർത്തമറിയം സമാജത്തിന്റെ ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ തെനഹ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തൃത്വത്തിന്റെ വെളിപ്പാടും പ്രകാശത്തിന്റെ സന്ദേശവും കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധിയോടും വെടിപ്പോടും ജീവിക്കാൻ നമ്മെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്നേക്കാൾ ശക്തനായ എന്റെ പിന്നാലെ വരുന്ന യോഹന്നാൻ സ്നാപകനെ ഓർത്തു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ ഓർത്തു നാം ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്ന് പ്രാർത്ഥന നയിക്കുന്നത് അറ്റ്ലാന്റ റീജിയനാണ്. അവിടെയുള്ള എല്ലാ ദൈവാലയങ്ങളെയും വൈദ്യശ്രേഷ്ഠയും കസ്മമാരെയും മർത്തമറിയം സമാജ ഭാരവാഹികളെയും ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട ഷീനും തോമസ് അച്ഛനെയും എല്ലാവരെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. വേദോത്സവം വായിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ദീപ്തി വർഗീസ്, എലിയാമ്മ ഫിലിപ്പ്, ജിജി ഫിലിപ്പ് എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട സാറാമ്മ തോമസ് പാട്ട് പാടുന്നു. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ,
ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമന്ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. നാഥാ നിൻ ദിവ്യമന്ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. നയനങ്ങളെ നിന്നിൽ ഉയരങ്ങളിൽ ചേർത്തു കരുണാദ്ര സവിധത്തിൽ കരിയും നേരം. നയനങ്ങളെ നിന്നുയരങ്ങളിൽ ചേർത്ത് കരുണാദ്ര സവിധത്തിൽ കരിയും നേരം. കുരിശിൽ വിരിച്ചോര കനിവിൻ കരങ്ങളാൽ അരുളും സഹായവും ദാനമല്ലേ. കുരിശിൽ വിരിച്ചോര കനിവിൻ കരങ്ങളാൽ അരുളും സഹായവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. പരിവാനാത്മാവിൻ നരദാനമിന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിവാനാത്മാവിൽ വരദാനമിന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമസ്നാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. നാഥാ നിൻ ദിവ്യമന്ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. ഈ കൊണ്ടുവന്ന എല്ലാ ദാനവും തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പാരക്കുമാർ സുശേഷം വായിച്ചോട്ടെ. സൂസൻ വർഗീസ് വായിക്കും. എല്ലാവരും ദിവസം തുറന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. സെയിന്റ് ജോൺ ചാപ്റ്റർ 15 verses 1 to 8. ബാരക്കുമാർ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു.
എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുവീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുവീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായികൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവീൻ. ബാരക്കുമോർ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യുന്ന വിഷയ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. എന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ വർദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകൾ ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് എറിയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീവായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലുത് എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവ്, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. അച്ഛനെയും അച്ഛന്റെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ.
കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നാം ഇരിക്കുന്ന ഭവനങ്ങൾ, നമ്മുടെ ഇടവക, നമ്മുടെ ദേശം, നാം വിട്ടുവന്ന ദേശം എല്ലാം ഈ പ്രാർത്ഥനയോടൊപ്പം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി കരയുകയും ചെയ്യുന്നു. സാക്ഷിയായ വിശുദ്ധ സ്തെഫാനോസ് അവരുടെ മധ്യസ്ഥം വീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ബെൻസി ജിജു പാട്ട് പാടുന്നതായിരിക്കും. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി നിന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, വചനത്തിന്റെ ശക്തി എന്നിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രിയപ്പെട്ട ബെൻസി ജിജുവിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് വചന ശുശ്രൂഷയുടെ സമയമാകുന്നുവല്ലോ. ബഹുമാനപ്പെട്ട എബിയ ബ്രാവച്ചൻ, ബഹുമാനപ്പെട്ട ഷിനു തോമസച്ചനെ
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുവാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മക്കൾക്ക് സൗഖ്യമാകുവാനും അനുഗ്രഹമാകുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഷിനു തോമസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു പ്രസംഗമല്ല, ഒരു പ്രഭാഷണം, ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. That was from Mubina Mazari, a Muslim lady from Pakistan. She is called the Iron Lady of Pakistan. അവരുടെ പ്രസംഗം തുടങ്ങുന്നത്, അവരുടെ മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങുന്നത് is with this sentence: real life lies in a gratitude, not in money or fame. There's a great word connected to spirituality or a human life that's called gratitude. നന്ദിയുള്ളവരായി ഇരിക്കുക. അവരുടെ ജീവിതത്തെ കുറിച്ച് അവർ പറയുന്നത് ഒരു ദീർഘമായ ഒരു കാര്യം. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് കിട്ടും. അവരുടെ ക്ലാസ്സിൽ അവരുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. She met with an accident. The doctor said, "You will never walk." As she was a painter, doctor said, "You cannot paint anymore. You cannot do anything." She was married and she was afraid of divorce, and it happened. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്ന് തരണം ചെയ്തു പോയ ഒരാളാണ്. അവരുടെ മോട്ടിവേഷൻ സ്പീച്ചിന്റെ ഇടയ്ക്ക് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, when you share your story and doesn't make you cry, that means you are healed. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു സെന്റൻസാണ്. When you share your story and it doesn't make you cry, then it means that you are healed. സമ്പൂർണമായ സൗഖ്യം ഏത് പ്രതിസന്ധിയിലും കരച്ചിലിന്റെ അപ്പുറത്ത് ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു എന്ന സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുമ്പോഴാണ്. അതാണ് യഥാർത്ഥ സൗഖ്യം എന്ന് പറയുന്നത്. ഈ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അതിന്റെ അർത്ഥം വേദനകളില്ല എന്നല്ല, സങ്കടങ്ങളില്ല എന്നല്ല, ഇതിനപ്പുറത്തൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട് എന്നാണ്. എന്നിട്ട് അവർ പറയും, ഇറ്റ്സ് ഓക്കെ ടു ബി സ്കേർഡ്. പേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ, ബട്ട് ഡോണ്ട് give up. Giving up is not an option for you. Never ever give up your life. There is never such an option called give up. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്നാ പിന്നെ അങ്ങ് കഴിഞ്ഞേക്കാം. കുറച്ചു നാള് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊപ്പം, തിരുമേനി ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ആയിരുന്നു, തിരുമേനിയോടൊപ്പം പല സമയങ്ങളിലും പോയി സംസാരിക്കാനും ഇരിക്കാനും ഒക്കെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ he was paralyzed. ഒരു സൈഡ് പാരലൈസ്ഡ് ആയിരുന്നു. He didn't give up till his last breath. അതൊരു വലിയ മോട്ടിവേഷനാണ്. അങ്ങനെയുള്ള ആളുകളോടൊപ്പം അവരുടെ ജീവിതത്തെ കാണുമ്പോൾ we'll have a great option rather than giving up on life. അതുകൊണ്ടാണ് നമ്മൾ കുമ്പിടുന്നത് പോലും. What it means, we fall but we don't give up, we get up from the fall. അതാ പറയുന്നത്. കുമ്പിടുമ്പോഴതാ. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കും, 3 hermits എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. 3 hermits. അപ്പൊ അതിനകത്തൊക്കെ പറയുന്ന സംഭവം ഇതാ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകൊടുക്കാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം. What to understand is we are unique.
Everyone is different. And become a sponge. അവരുടെ പ്രസംഗത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. Be a sponge that can absorb all the negativity of your life. എല്ലാ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്ത് എടുത്ത് അത് കളയുക. ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്കൊരു ഒരു സ്പാർക്കായി മാറാൻ കഴിയുന്നുണ്ട്. Can we make ourselves a spark and say, it's because of you, because of that person, because of that human, I didn't give up myself എന്ന് പറയാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ നമ്മളെ നോക്കി പറയാൻ ഒരാളുണ്ടോ? That's what our life is. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് കരയുക എന്നല്ല, കരഞ്ഞത് കൊണ്ട് ജീവിതം തകർന്നു പോയി എന്നല്ല. അതിന്റെ അപ്പുറത്തൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നമുക്ക് ഇനിയും മുൻപോട്ട് പോകാൻ കുറെയുണ്ട്. ഇനി പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കാനുണ്ട്. മുട്ടിക്കൊണ്ടേയിരിക്കുക, നീങ്ങിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാനല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നതിലല്ല, അതിനപ്പുറത്തൊരു പ്രതീക്ഷയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജീവിതം. അങ്ങനെ ഉറപ്പിക്കുന്നതാണ് ജീവിതം. ആ ജീവിതത്തിന്റെ അനുഭവം നമുക്ക് നിലനിർത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ 2026 അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, we have hope, we have faith in God, we believe in God, and we believe that something good is going to happen at the next step. We are on the threshold of the hope of the good. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന പടിവാതിൽക്കലാണ്, നന്മയുടെ, അനുഗ്രഹത്തിന്റെ, കൃപയുടെ പടിവാതിലാണ് നമ്മൾ നിൽക്കുന്നത്. Can we find out that? Do we realize that? അത് മാത്രമേ ഉള്ളൂ അതിന്റെ ചോദ്യം. അതുകൊണ്ട് ഈ വർഷം അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഷിനു തോമസ് അച്ഛനാണ്. അച്ഛനെ ഒരുപക്ഷെ എല്ലാവർക്കും പരിചയം ഉണ്ടാകണമെന്നില്ല. അച്ഛൻ അടുത്ത സമയത്താണ് നമ്മുടെ ഭദ്രാസനത്തിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ എത്തിയത്. അച്ഛനേക്കാൾ കൂടുതൽ കൊച്ചമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം. റിനി കൊച്ചമ്മയെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ കുടുംബമായി ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അച്ഛനെ പ്രത്യേകമായി MMVSന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഈ ഭദ്രാസനത്തിന്റെ MMVSിലേക്കും ഒക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഇപ്പോൾ നമ്മുടെ എൽമോസ്റ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായി ചുമതല ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾക്കും ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അച്ഛനിലൂടെ നൽകുന്ന വചനങ്ങൾ നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. 30, 60, 100 മേങ്ങിയ ഫലം കായ്ക്കുവാൻ അത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കാവോ അച്ഛാ? പറഞ്ഞ കേൾക്കാവോ? കേൾക്കാം. പ്രാർത്ഥിക്കാം. പാർക്കുമോ ഞങ്ങളുടെ സ്നേഹനിധിയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് തിരുമുമ്പാകെ നന്ദി സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ അടിയങ്ങളെ കൂട്ടിവെട്ട കൃപകൾക്കായിട്ട് തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ തിരുമുമ്പാകെ നിൽക്കുവാൻ അടിയങ്ങൾക്ക് യോഗ്യതയില്ല, എങ്കിലും അവിടുന്ന് അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ദൈവമേ, വചന ശുശ്രൂഷയിലൂടെ അവിടത്തേക്ക് മുഖാമുഖം കാണുവാൻ ദൈവമേ അടിയങ്ങൾക്ക് അവിടുന്ന് സംഗതിയാക്കുമാറാകണമേ. തിരുവചനം കേൾക്കുവാൻ വന്ന ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി അവിടുന്ന് ഇടപെടണമേ. ഈ കൂട്ടായ്മയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നേതൃത്വം നൽകുന്ന ആചാര്യശ്രേഷ്ഠനെയും കടന്നു വന്ന ഏവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബലഹീന അടിയനോട് അവിടുന്ന് കരുണ തോന്നണമേ. അടിയന്റെ കുറവുകളെ അവിടുന്ന് ഓർക്കരുതേ. നിന്റെ ജനത്തിന് വചനത്തെ പകർന്നു കൊടുക്കാനുള്ള കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെ എല്ലാം വാങ്ങിപ്പോയി അവിടുന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അടിലിംബങ്ങളുടെ പർദീസയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
ഏറ്റവും ബഹുമാനപ്പെട്ട എബിയച്ചൻ, കർത്താൽ പ്രിയ മർത്തമറിയം സമാജാംഗങ്ങളെ, ഇന്ന് നമുക്ക് ഒന്നിച്ച് കൂടുവാനിടയാക്കിയ ദൈവകരുണയെ ആദ്യമേ തന്നെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഈ അല്പസമയം നിങ്ങളുമായിട്ട് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ അല്പസമയം ഒന്ന് യാത്ര ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന ഒരു വ്യക്തി, ഇബ്താഹ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഗിലെയാദിനായ ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇബ്താഹിന്റെ ജനകനോ ഗിലെയാദ് ആയിരുന്നുവെന്ന് അവിടെ പറയുന്നു. ഇബ്താഹിനെ കുറിച്ച് പറയുമ്പോൾ 6 സംവത്സരം ഇസ്രായേലിന് ന്യായാധിപനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്താഹ്. ഇസ്രായേലിന് സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തവൻ, സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടിയ ഒരു വ്യക്തി. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ കുറച്ച് വിശ്വാസ വീരന്മാരുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. ഗിദ്യോന്, ബാരാക്ക്, ദാവീദ്, ശിംശോൻ. ഈ ഒരു ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇബ്താഹ് എന്ന് ഒരു വ്യക്തി. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ചരിത്രം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെ അബീമലേക്കിനും തോലായ്ക്കും യായീറിനും ശേഷം ഇസ്രായേൽ ജനം ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയൊക്കെ ആരാധിക്കുന്ന, അവരുടെ ദേവന്മാരെയൊക്കെ സേവിക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവർ യഹോവയെ ഉപേക്ഷിക്കുകയാണ്. ഈ സമയം യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിക്കുകയും അവന് 18 സംവത്സരം അമോന്യരുടെയും ഫിലിസ്തീനരുടെയും കയ്യിൽ ഇവരെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അവിടെ നായകനായിട്ട് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇബ്താഹിനെ നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവന്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ അനേകം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്താഹ് എന്ന് പറയുന്ന വ്യക്തി. ഈ സമയം ഇബ്താഹിന്റെ ജീവിതം നമ്മുടെ ജീവിത പശ്ചാത്തലവുമായിട്ടൊന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. ഇബ്താഹിന്റെ ജീവിതത്തിലേക്ക് നാം ആദ്യമേ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തന്റെ ജീവിതത്തിൽ അവഗണനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നവനാണ് ഇബ്താഹ്. അവഗണനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട വന്ന ഒരു ജീവിതമായിരുന്നു ഇബ്താഹിന്റെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയുടെ ജീവിതം പരിശോധിക്കുമ്പോഴും ഏറ്റവും പ്രയാസമുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് അവഗണിക്കപ്പെടുക എന്നുള്ളത്. നമുക്കൊക്കെ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഇബ്താഹിന്റെ ജീവിതത്തിൽ ആരിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്, എന്താണ് ഇതിന്റെ കാരണമെന്ന് നോക്കുമ്പോൾ നമുക്ക് 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആരിൽ നിന്നാണ്. ഇബ്താഹിന്റെ സഹോദരന്മാര് തന്നെയാണ് അവനോട് പറയുന്നത്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. ഇബ്താഹ് ഒരു വേശ്യാപുത്രനാണ്. എന്നാൽ ഇബ്താഹിന്റെ പിതാവിന് തന്റെ ഭാര്യമാരിലുണ്ടായ മറ്റു മക്കളാണ് ഉണ്ടായ മറ്റു മക്കളാണ് ഇബ്താഹിനോട് പറയുന്നത്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളയുകയാണ്. അന്നേരപ്പോൾ മറ്റാരിൽ നിന്നുമല്ല, തന്റെ സഹോദരന്മാരിൽ നിന്ന് തന്നെയാണ് ഇബ്താഹിന് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. കാരണം അവൻ ഒരു നിയമരഹിതമായ വേഴ്ചയിൽ കൂടി ജനിച്ചു എന്നൊരു കാരണത്താലാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമുക്ക് പഴയ നിയമം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നിയമരഹിതമായ വേഴ്ചയിൽ കൂടി ജനിച്ച മക്കൾക്ക് എന്ത് നൽകുന്നു എന്നൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 25-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു, വെപ്പാട്ടികളുടെ മക്കൾക്ക് ദാനങ്ങൾ കൊടുത്തു, താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവർ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക്
കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്നേരപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ തന്നെ കടന്നു പോകേണ്ട വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഇബ്താഹിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇബ്താഹും ചില നിസ്സാരന്മാരായ വ്യക്തികളും കൂടി തോബ് എന്ന ദേശത്ത് എന്ന് പാർക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരന്മാരാൽ അവഗണിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. നമുക്കറിയാം, ഈ സഹോദരൻ എന്ന് പറയുന്നത് ഈ ഉദരൻ എന്ന വാക്കിൽ നിന്നാണ് ഈ സഹോദരൻ എന്ന ഈ വാക്ക്. എന്ന് വെച്ചാല് ഉദരം പങ്കിടുന്നവനാണ് ആര്? ഈ സഹോദരൻ എന്ന് പറയുന്നത്. അന്നേരപ്പോൾ ചെറുപ്പകാലത്തൊക്കെ നാം പറയും എന്റേത് എന്നൊക്കെ നമ്മൾ എന്റെ സ്വന്തമാണ് സഹോദരന്മാരെ കുറിച്ചൊക്കെ നാം പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സമ്പത്തിന്റെയും ഒക്കെ അനുഭവത്തിൽ വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ ഇബ്താഹിന്റെ കഴിവിലും ഒരു പക്ഷെങ്കിൽ അവന്റെ സഹോദരന്മാർക്ക് ഒരു അസൂയ ഉണ്ടായി കാണും. കാരണം ഇവിടെ പറയുന്നുണ്ട് അവനൊരു പരാക്രമശാലിയായിരുന്നു. കാരണം യുദ്ധപുറകളൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്താഹ്. ഒരു പക്ഷെങ്കിൽ ഇതുകൊണ്ട് അവനൊരു വേശ്യാപുത്രനാണെങ്കിലും തങ്ങളെക്കാട്ടിലൊക്കെ അവൻ ഉയർന്നു പോകുമോ എന്നുള്ള ഒരു ഭയമായിരിക്കും ഒരു പക്ഷെങ്കിൽ ഇബ്താഹിനെ ഈ സഹോദരന്മാര് അവഗണിക്കുവാനായിട്ടൊക്കെ ഇടയായത്. നമുക്കറിയാം, പലപ്പോഴും ഒരു ഈഗോയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ശൗൽ രാജാവിനെക്കാട്ടിലും ദാവീദ് മികച്ചവനെന്ന് ജനം ആർത്ത് പാടിയപ്പോഴാണ് ദാവീദിനെ നശിപ്പിക്കുവാനായിട്ട് ശൗല് തയ്യാറാകുന്നത്. കായീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നതും ഈ ഒരു ഈഗോയുടെയൊക്കെ ഒരു സ്വഭാവം മൂലമാണ്. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തെയും തകർക്കുന്നത് ഇങ്ങനെ ചില ഒരു അനുഭവമല്ലേ? മറ്റുള്ളവരുടെ വളർച്ചയൊക്കെ അംഗീകരിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവനെ എങ്ങനെയും തള്ളിയിടണമെന്നുള്ള ഒരു ചിന്തയാണ്, തകർക്കണമെന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മളെയൊക്കെ ഭരിക്കുന്നത്. അത് ആത്മീയ തലത്തിലായാൽ പോലും ഏത് തലത്തിലായാലും നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, നോഹയുടെ കാലത്തെ ആ ഒരു കാലം പോലെ ഇന്ന് വളരെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയൊരു കാലത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അസത്യം സത്യത്തിന്റെ വസ്ത്രം ധരിച്ചു നടക്കുന്ന ഒരു കാലത്ത്, ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം, ബന്ധങ്ങളുടെ വില അറിയാത്ത ഒരു കാലം, മറ്റുള്ളവരെക്കാട്ടിലൊക്കെ നമ്മെ തന്നെ നാം സ്നേഹിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇതുമൂലമാണ് ഇബ്താഹിനും തന്റെ സഹോദരങ്ങളാല് തന്റെ ദേശത്ത് നിന്നുമൊക്കെ മാറിപ്പോകേണ്ട ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാല് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്, അവന്റെ ജീവിതത്തിലൂടെ ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നത്, ക്രിസ്തു ബന്ധങ്ങളെ ആഴത്തിൽ പരിഗണിച്ചിരുന്നു. ക്രിസ്തു തന്റെ ജീവിതത്തിൽ ബന്ധങ്ങളെ ആഴത്തിൽ പരിഗണിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം യായിറോസിന്റെ മകളെ അവൻ സൗഖ്യമാക്കുന്നു. പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് പനി വന്നപ്പോൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് കല്ലറയിലേക്ക് ചെന്ന് കരയുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കുരിശിൽ തന്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നത് ബന്ധങ്ങളെ വളരെ ആഴത്തിൽ പരിഗണിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരു അവഗണിക്കുന്ന അനുഭവമല്ല, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്ന, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര നന്മയും എത്ര സൗന്ദര്യവുമാകുന്നു. അവിടെയാണ് ദൈവത്തിന്റെ കൃപകളെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് തന്റെ സഹോദരന്മാരാൽ അവഗണിക്കപ്പെടുന്ന ഇബ്താഹിന്റെ ജീവിതമാണ്. എന്നാൽ പിന്നീട് വേദപുസ്തകത്തിലേക്ക് നാം പിന്നെ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് ദൈവകരുണയുടെ അടയാളമാകുന്ന ഇബ്താഹിന്റെ ഒരു മടങ്ങി വരവാണ്. ദൈവകരുണയുടെ അടയാളമാകുന്ന ഇബ്താഹിന്റെ മടങ്ങി വരവ്. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 11-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപമാനിച്ച് തള്ളിക്കളഞ്ഞവർ തന്നെ
അവന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ തേടി വരുന്ന ഒരു അനുഭവം. കാരണം അമോന്യർ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധത്തിനായിട്ട് തയ്യാറാകുമ്പോൾ അവരെ നയിക്കുവാൻ തക്കവണ്ണം നല്ലൊരു നേതാവ് അവരുടെ ഇടയിൽ ഇല്ല. അന്നേരപ്പോഴാണ് തങ്ങൾ തള്ളിക്കളഞ്ഞ തന്റെ സഹോദരനായ ഇബ്താഹിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതും. അങ്ങനെ ഗിലെയാദിലെ മൂപ്പന്മാര് തോബ് ദേശത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഇബ്താഹിനോട് പറയുകയാണ്, നീ നമ്മുടെ പിതൃഭവനത്തിലേക്ക് മടങ്ങി വരണമെന്നൊക്കെ ഇബ്താഹിനോട് പറയുന്നു. അന്നപ്പോൾ ഇബ്താഹ് പറയുകയാണ്, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞതല്ലയോ, പിന്നെ എന്തിനാണ് ഞാൻ നമ്മുടെ ദേശത്തേക്ക് മടങ്ങി വരേണ്ടത്? എങ്കിലും ആ മൂപ്പന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇബ്താഹ് പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതും അവനെ ഒരു തലവനും സേനാപതിയും ഒക്കെ ആക്കി തീർക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് തീർന്നിരിക്കുന്നു. മനുഷ്യന്റെ പരിഗണന പ്രകാരം നോക്കുകയാണെങ്കിൽ അവനൊരു വേശ്യാപുത്രനാണ്. ഒരു നേതാവാകുവാനുള്ള യാതൊരു യോഗ്യതയും മനുഷ്യന്റെ പരിഗണന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇബ്താഹിന് ഇല്ല. എങ്കിൽ അവനുള്ള യോഗ്യത ദൈവം അവന്റെ യോഗ്യത കണ്ടു. പ്രിയമുള്ളവരെ, ദൈവം നോക്കുന്നത് ജീവിതത്തിന്റെ അലങ്കാരങ്ങളെക്കാള് നമ്മുടെ ഹൃദയത്തിന്റെ ആഴമാണ്. ദൈവം നോക്കുന്നത് ജീവിതത്തിന്റെ പുറമെയുള്ള അലങ്കാരങ്ങളല്ല, മറിച്ച് ഹൃദയത്തിന്റെ ആഴത്തെ നോക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. ദൈവം നോക്കുന്ന നമ്മുടെ പുറമോടിയല്ല, ഹൃദയത്തിന്റെ വിശാലതയാണ് ദൈവം നോക്കുന്നത്. പലപ്പോഴും നാം ഒക്കെ നോക്കുന്നത് പുറമോടികളെയാണ് പലപ്പോഴും നാം ഒക്കെ നോക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. നമുക്കറിയാം, തന്റെ മനുഷ്യാവതാരത്തിനായിട്ട് തിരഞ്ഞെടുത്തത് ഒരു നിസ്സാര കന്യകയാണ് തിരഞ്ഞെടുത്തത്. തന്റെ കൂടെ നടക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് നിസ്സാരന്മാരായ ചില വ്യക്തികളെയാണ്. അന്നേരപ്പോൾ പുറമോടി നോക്കുന്ന ദൈവമല്ല, ഹൃദയത്തിന്റെ ആഴം നോക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ അവഗണനകൾ ഒക്കെ ഏൽക്കേണ്ടി വരാം. പ്രതിസന്ധികളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം. പക്ഷെങ്കിൽ അവിടെയൊക്കെ ഒരു സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ അതിജീവിക്കുവാന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് രണ്ടാമതായിട്ട് ഇബ്താഹിന്റെ ജീവിതം നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നത്. മറിയം പറഞ്ഞതുപോലെ ദൂതൻ പറഞ്ഞതുപോലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ഒരു സമർപ്പിതമായിട്ടുള്ള ജീവിതം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് അതിനെല്ലാം മാറ്റിത്തരുന്ന അനുഭവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഇബ്താഹ് തന്റെ സഹോദരന്മാരാൽ അവഗണിക്കപ്പെടുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെങ്കിൽ അതിൽ നിന്നൊക്കെയും ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച് അവർക്കൊക്കെയും തലവനും സേനാപതിയും ആക്കി തീർക്കുകയാണ്. മൂന്നാമതായിട്ട് ഇബ്താഹിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ഒരു വേദനയുടെ അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരു വേദനയുടെ അനുഭവം ഉണ്ടായെങ്കിലും അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു ഇബ്താഹ്. വലിയൊരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. എന്തായിരുന്നു ആ പ്രതിസന്ധി? ഇസ്രായേലിയർ 300 വർഷം സ്വതന്ത്രമായി അനുഭവിച്ച ദേശം അമോന്യർ പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇബ്താഹ് ചില സമാധാന ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അവര് വകവയ്ക്കാതെ വരുമ്പോൾ ഇബ്താഹ് യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഇബ്താഹ് ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുന്നുണ്ട്. അത് 31-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നീ അമോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് സമർപ്പിക്കും. ഇബ്താഹ് നേർച്ച നേർഞ്ഞ് യുദ്ധത്തിനായിട്ട് പോയി. യഹോവ അമോന്യരെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും 20ഓളം പട്ടണങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. ജയിച്ച് സന്തോഷത്തോടെ മടങ്ങി മിസ്പായിൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അവന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. അവന് എതിരേറ്റ് വരുന്നത് തന്റെ ഏക മകളാണ്. അവൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരികയാണ്. ഇബ്താഹ് ഈ സമയത്ത് നിലവിളിക്കുന്നുണ്ട്. 35-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവളെ കണ്ട ഉടനെ അവൻ തന്റെ വസ്ത്രം കീറി
അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ എന്ന് പറയുകയാണ്. വലിയ വിജയങ്ങൾ നേടി, 20ഓളം പട്ടണങ്ങൾ പിടിച്ചടക്കി. എന്തെല്ലാം കഴിഞ്ഞാലും ഇവിടെ ജീവിതം തകർന്നു പോകുന്ന ഒരു അനുഭവമല്ലേ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മക്കളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും നമ്മളൊക്കെ അവിടെ ക്ഷമിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം നമ്മൾ അവരൊക്കെ അത്രയധികം സ്നേഹിക്കുകയാണ്. ഇവിടുത്തെ ഒരു പിതാവിന്റെ നേർച്ച മൂലം ആ പിതാവിന് തന്റെ മകളെ ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത്ര വലിയൊരു പ്രതിസന്ധി തന്റെ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് തീർന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്താഹിന്റെ ജീവിതം. അവന് അവിടെ ഒന്നും പതറിപ്പോവുകയല്ല. തന്റെ മകളോട് പറയുകയാണ്, യഹോവയോട് പറഞ്ഞു പോയി, എനിക്കത് നിവർത്തിച്ചേ പറ്റുകയുള്ളൂ. മകളും പറയുകയാണ്, അപ്പാ നീ പറഞ്ഞു പോയെങ്കിൽ അതുപോലെ ചെയ്യുക. അബ്രഹാമിനെ പോലെയുള്ള വലിയ വിശ്വാസമാണ് നമുക്കിവിടെ ഇബ്താഹിന്റെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വേദനയുടെ നൊമ്പരത്തിന്റെ നടുവിലും ദൈവത്തോടുള്ള അവന്റെ വലിയ വിശ്വാസമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് പ്രിയമുള്ളവരെ സാധിക്കുന്നത്. അല്പസമയം നമ്മൾ ഇബ്താഹിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ അവഗണിക്കപ്പെടുന്ന ഒരു അനുഭവം, ഒറ്റപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിന്റെ കണ്ണിയായിട്ട് നമുക്ക് ഇബ്താഹിനെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. എന്നിരുന്നാൽ പോലും അവഗണിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും അവഗണിച്ചവരുടെ മുമ്പിലേക്ക് ദൈവം തമ്പുരാൻ അവനെ പിടിച്ചുയർത്തുന്ന വലിയൊരു സന്തോഷത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ കണ്ടു. എന്നാല് മൂന്നാമതായിട്ട് കണ്ടത് ഒരു വേദനയുടെ അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ പോലും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് ആയിത്തീരുവാനായിട്ട് ഇബ്താഹിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുമൊക്കെ അവഗണിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാം. എന്നാൽ അവിടെയൊക്കെ ഒരു സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിനെല്ലാം ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ മുമ്പിൽ ഒരു സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്കും കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവഗണനയും ബന്ധങ്ങളും, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേർക്കുകയായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. ജീവിതത്തിൽ എത്രമാത്രം അർത്ഥവത്തായ ഒരു അനുഭവമാണ് സഹോദര്യ ബന്ധത്തെ നിലനിർത്തുകയും അവഗണിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നുള്ളത്. അവഗണിക്കപ്പെടുന്ന ഒരു അനുഭവം വേദന ഉളവാക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. എന്നാൽ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബന്ധം വേറെ ഒന്നുമില്ല. ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് മറ്റുള്ളവരെ ചേർക്കാനും നമ്മളെ സഹായിക്കുന്നത്. ആ ബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. അവഗണിക്കപ്പെടുന്ന അനുഭവത്തിന്റെ വേദനകളും അതിലൂടെ പങ്കിടുന്ന ആ ബന്ധത്തിന്റെ അനുഭവങ്ങളും ഒക്കെ പ്രിയപ്പെട്ട അച്ഛനെ ഓർമ്മിപ്പിച്ചു. ഇവിടെ അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി ഡയസസിന്റെ MMBSന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ, കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി പൊതുവായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, our MMBS annual conference will be held at LA Church, California on October 8 to 10. Please save your date and register at the earliest when you get the registration form. എല്ലാവരും കഴിവുള്ളിടത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കാൻ ഒരു വർഷം മുൻപേ, ഏകദേശം 10 മാസം മുമ്പേ നമ്മളിത് അറിയിക്കുകയാണ്. ഡേറ്റും അതിൻ്റെ വെന്യൂവും ഒക്കെ അറിയിക്കുകയാണ്. പ്ലീസ് അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് രജിസ്ട്രേഷൻസ്. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്ത്, ഡേറ്റ് ഫിക്സ് ചെയ്ത്, ഡേറ്റ് ബ്ലോക്ക് ചെയ്ത്, ഡേറ്റ് സേവ് ചെയ്ത് എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ വാചനങ്ങൾ, ദൈവം കൽപ്പിച്ച വാചനങ്ങൾക്ക് നന്ദി, ദൈവത്തിനും അച്ഛനും നന്ദി പറയുന്നു. അച്ഛൻ നാട്ടിൽ നിന്നെല്ലാം യാത്ര ചെയ്ത് ക്ഷേമത്തോടെ എത്തുവാനും കുടുംബത്തോടെ കൊച്ചുമയോടും ജോയിൻ ചെയ്യാനും കൊച്ചുമയ അച്ഛനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയൊക്കെ അനുഗ്രഹപ്രദമാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഇഫ്താഹിന്റെ ജീവിതം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയപ്പോൾ അവഗണനയും അതിജീവിച്ച് ഒരു വാഗ്ദത്തം നിറവേറ്റി മുന്നോട്ട് പോകാൻ സഹായിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളിലും ദൈവം തമ്പുരാനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എബിഎച്ചൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെയുള്ള ആ പ്രതിസന്ധികളിലും പ്രത്യാശയോടെ നന്ദിയോടെ മുന്നോട്ട് പോകുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പുതിയ വർഷത്തിൽ പുതിയ കൃപകളോടെ നടത്തണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഭർത്തൃ സമാജത്തിന്റെ ആനുവൽ കോൺഫറൻസിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഫലപ്രദമാകുവാൻ പ്രത്യേകമായി കോൺഫറൻസിനെ സമർപ്പിക്കുന്നു. അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഏറ്റവും ഒരുക്കത്തോടെ ആകുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് ദേവസന്നിധിയിൽ ഒരുമിച്ച് യാചിക്കുന്നു. ഏതാണ്ട് 95 പേരോടെ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നപ്പോൾ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ടെന്ന് നമുക്കറിയാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ മറന്നു പോകാതെ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ കുറവുകൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധ ബാവ തിരുമേനിയെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. സഭയെ നയിച്ചു കൊണ്ടുപോകാനുള്ള കൃപ കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുവാനുള്ള കൃപയ്ക്കായി യാചിക്കുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. യേശുവിനെ പരിശുദ്ധാത്മകൃപയാൽ നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. 2009 മുതൽ ഭർത്തൃ സമാജം നയിച്ചുകൊണ്ടുപോയ എല്ലാ അഭിവന്യ തിരുമേനിമാര്, അച്ഛന്മാര്, ജനറൽ സെക്രട്ടറിമാര്, എല്ലാ ഭർത്തൃ സമാജം ഭാരവാഹികള്, എക്സാമിനേഷൻ കോർഡിനേറ്റേഴ്സ്, പഴയ ഭാരവാഹികളും ഇപ്പൊ ഈ വർഷം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന എല്ലാ ഭാരവാഹികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മെമ്പേഴ്സിനെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട യോസേബിയസ് തിരുമേനിയുടെ സഹോദരൻ ദേവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടുള്ള ആ സഹോദരന്റെ ആത്മാവിനെയും പ്രിയപ്പെട്ട കുടുംബത്തെയും ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കൊച്ചമ്മമാരെ, ചമ്മച്ചന്മാരെ, സിസ്റ്റർമാരെ, സുവിശേഷ വേലക്കാരെ, ഓൾട്ടർ ബോയ്സ്, എല്ലാ ഇടവക പുരോഹിതന്മാരെ, ആത്മീയ സംഘടനകളുടെ നേതാക്കൾ എല്ലാവരെയും പുതിയ വർഷത്തിൽ പുതിയ കൃപകളോടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അൽമാരെയും സമർപ്പിക്കുന്നു. പൈങ്ങോലി അച്ഛൻ, സന്തോഷ് ബേബി അച്ഛൻ, ആയിറിൻ, അലക്സ് അച്ഛൻ, വർഗീസ് അച്ഛൻ, ഇവരെ ദൈവത്തിന്റെ സ്തോത്രത്തോടെ ദൈവത്തിനെ സമർപ്പിക്കുന്നു. ശ്രുതി കൊച്ചുമെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശാന്ത തോമസ്, ഷിനി ബോബി, എലിസബത്ത് ഈശോ, ആനി അനിൽ, അരുൺ, ഷാനു തോമസ്, ഉമ്മൻ കോര, ദിലീപ് കുരുവിള, തോമസ് പണിക്കർ, സിജി, സൈമൺ, തോമസ് മുത്തായി. ഇത് സൗഖ്യം പ്രാപിച്ചവരുണ്ട്, അവരെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഈ സൗഖ്യം പ്രാപിക്കാനിരിക്കുന്നവരുണ്ട്. ആയ അവസ്ഥയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനേകം പേർ ഇനിയും റിക്വസ്റ്റ് തന്നവരുണ്ട്. ദൈവമേ, അണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ള തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള എല്ലാ രോഗാവസ്ഥയിലിരിക്കുന്നവരും ശാരീരികവും മാനസികവുമായി രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാവരും ദൈവത്തിന് സമർപ്പിക്കുന്നു. വ്യക്തികളുടെ സമാധാനം, കുടുംബ സമാധാനം, ഇടവകയുടെ സമാധാനം, സഭയുടെ സമാധാനം, ലോക സമാധാനം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫാനോ സഹോദരയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. യാത്ര ചെയ്യുന്നതായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അശ്വിനൻ ടാനിയയുടെ വിവാഹമായിരുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ അവരുടെ ജീവിതം അനുഗ്രഹപ്രദമാകണ എല്ലാ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കളെ ഒത്തു പ്രാർത്ഥിക്കുന്നു. ജിതിൻ, ജോയ്, ഏബൽ, ജോയൽ, ജോജി, വിനി, അതുപോലെ ഡീക്കൻ
റയൻ, ഡീക്കൻ സോളമൻ, ഡീക്കൻ മാത്യു, എല്ലാ സെമിനേറിയൻസും ഇനിയും പട്ടത്തെ ശുശ്രൂഷയേക്കേണ്ടതായ മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനാഥരെയും വിധവമാരെയും ഒക്കെയും സംരക്ഷിക്കുന്ന സംഘടന അവരുടെ സാമ്പത്തികമായ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവര് വിഷമത്തിലിരിക്കുന്നതാണ്. ഈ അവസരങ്ങളിൽ അർഹിക്കുന്നതായിട്ടുള്ള സഹായം അവർക്ക് എത്തിക്കുവാനും കൂടുതൽ സഹായം നൽകാനായിട്ട് കഴിവുള്ളവർക്ക് ആ വിധത്തിൽ അവരെ സഹായിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും അവർക്ക് ആവശ്യമുണ്ട്. ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ട അനേകം മക്കളുണ്ട്. രാജേഷ്, ജെറി ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോലി ആവശ്യമുള്ള അനേകര്, ജോലി സ്ട്രെസ് അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നുവല്ലോ. ഇന്റർനെറ്റ് ലഹരിയുടെ അടിമത്തത്തിലിരിക്കുന്ന മക്കള് നിഷ്കളങ്കരായിട്ടുള്ള മക്കളാണ്. അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു ഭാവി ഏത് വിധത്തിൽ കൊണ്ടുപോകണമെന്ന് അറിയാത്തവര്, പല വിധത്തിലുള്ള ഡിഫറൻഷ്യൽ ഏബിലിറ്റി, അതായത് ഭിന്നശേഷിയുള്ള മക്കളുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോഴുള്ള അതേ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവര് പെൺകുഞ്ഞുങ്ങള് ആൺകുഞ്ഞുങ്ങളായി മാറണം, ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളായി മാറണം എന്നൊക്കെ ആഗ്രഹിച്ച് മാതാപിതാക്കൾ തന്നെ വളരെ കഷ്ടത്തിലാവുന്ന അവസ്ഥകളുണ്ട്. എയ്റൻ, ആന, എലിസബത്ത്, ആൽബർട്ട്, ലോറൻസ്, ഈതൻ, ജിയാൻ, ജോവൽ, ജോജി, ജോവൽ, എബിൻ, എമിൻ, ഗോകുൽ, ജോൺസൺ, ജോസഫ്, ഒരുപാട് കുഞ്ഞുങ്ങളുടെ പഠനത്തിനും അതുപോലെ തന്നെ ഭാവി എന്താണെന്ന് അറിയാതെയും ഡിപ്രഷനിലും സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതും പഠനത്തിന്റെ മാർഗത്തില് നിരാശ കൊണ്ട് പഠനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ദിവസമേ സമർപ്പിക്കുന്നു. ദിവസം വായിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ കുദാശകൾ സ്വീകരിക്കുന്നതിനോ ആരാധനയെ സംബന്ധിക്കുന്നതിനോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനോ അറിയാതെ കുഞ്ഞുങ്ങൾ വിഷമിക്കുമ്പോൾ കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒപ്പം സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനും ഇടവരുത്താനും നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും. ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥനയിൽ ദൈവമേ കരുണ ചെയ്യണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും കുഞ്ഞുമക്കൾ ലോകമെമ്പാടുമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ബാല്യത്തിലും ശൈശവത്തിൽ, ബാല്യത്തിൽ, യൗവനപ്രായത്തിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആൽവി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ദീപകൊച്ചമ്മ, സജിനി, സമീറ, സാൻഡ്ര, സംഗീത, സരുൺ, സലീം, ശാലിനി, ഷാരൻ, ഷീബ, ഷെൽബി, രണ്ട് ക്ഷേമാമാർ, ഷെറിൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥന കേട്ട് മനസ്സറിഞ്ഞു ദൈവമേ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോഹൻ, ഏബൽ, കാരൽ, ജെറമി, മിന്നു, ടാഷ, അലൻ, താര, സിറിൽ, ബിന്നി, ജെഫോസൺ, മറിയ, ടിജ, ടിന, നിക്കോൺ, അതേപോലെ അനേക മക്കളുണ്ട്. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്നു. വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവഹിത പ്രകാരം കുടുംബം ദൈവത്തിന്റെ ദൈവമായ പദ്ധതിയാകുന്നുവല്ലോ. ദൈവഹിതപ്രകാരം ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു കൊടുക്കാൻ ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധത്തിന്റെ ഭീതിയിലിരിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ പീഡ അനുഭവിക്കുന്ന മക്കള്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് വിഷമിക്കുന്നവരെ കൃത്യമായി പ്രാർത്ഥിക്കുന്നു. റീകൺസ്ട്രക്ഷൻ ഇരിക്കുന്ന എല്ലാ ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാൽഗറി, എഡ്മണ്ടൺ, അതുപോലെ ഡിട്രോയിറ്റിലെ സെന്റ് ഗ്രിഗോറിയോസ്, ഹ്യൂസ്റ്റണിലെ സെന്റ് ഗ്രിഗോറിയോസ്, ഹ്യൂസ്റ്റണിലെ സെന്റ് സ്റ്റീഫൻസ്, എഡ്മണ്ടൺ ചർച്ച്, എല്ലാ റീകൺസ്ട്രക്ഷൻ ഇരിക്കുന്ന ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി ആരാധന സജീവമാകാനും ആരാധനയിൽ കൂടി ദൈവരാജ്യമഹത്വത്തിനായി മാത്രമല്ല, ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുക്കാൻ നമ്മുടെ എല്ലാറ്റിൽ നിന്നും
ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ, നമ്മുടെ ബന്ധങ്ങളിലും ധനത്തിനും വിദ്യാഭ്യാസത്തിനും എല്ലാം അടുത്ത സ്ഥാനം മാത്രം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ, അങ്ങനെ അനുഗ്രഹം മറ്റെല്ലാം ദൈവത്തെ നോക്കിക്കൊള്ളുമെന്നുള്ള ആ വിധത്തിൽ ആരാധന നടത്തുവാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളോ, നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ കുഞ്ഞുങ്ങളോ, സഹോദരങ്ങളോ, നമ്മുടെ ധനമോ, നമ്മുടെ സ്ഥാനമാനങ്ങളോ, അതിലുപരി ദൈവത്തിനെ സ്നേഹിക്കാൻ ഉള്ള കൃപ, ആരാധനയ്ക്കുള്ള പ്രാധാന്യം നൽകാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പ്രിയപ്പെട്ട വേർപാടിൽ പോയ എല്ലാ ആത്മാക്കളെയും, അഭിഷിക്തരും അല്ലാത്ത എല്ലാ ആത്മാക്കളെയും ദിവസം സമർപ്പിക്കുന്നു. പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്തെഫാനോസ് സഹോദരന്റെ ഓർമ്മയാവുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥം യാചിക്കുന്നു. പാക്കൻഹാം വാൽഷ് ബിഷപ്പിന്റെ മാസത്തിൽ കപടന്നിരിക്കുന്ന ബിഷപ്പിന്റെ 67-ാം ഓർമ്മയാവുന്നു. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കുന്നു. ഏബ്രഹാം പടനിലം, അജി ഡാനിയൽ, ഔസേബിയസ് തിരുമേനിയുടെ സഹോദരൻ അജി ഡാനിയലിന്റെ ആത്മാവ് സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ വർഗീസ് എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നീ വിട്ടുപോയ കാര്യങ്ങൾ ദേശത്തെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ലീല ഈപ്പൻ അമ്മയാണ് പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബത്തെ ദിവസം സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ലീല ഈപ്പൻ അമ്മ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ എലിസബത്ത്? കേൾക്കാമല്ലോ. Thank you. Heavenly Father, we thank you for bringing us together one more time on this second Friday of New Year 2026. Holy Spirit, we pray that you give us hunger and thirst for studying the scriptures, not just read but study them and get closer to God. Lord, reveal to us the set purpose for us in this world, and may the Lord fulfill it by your power through us. Lord, help us to purify our hearts by eliminating sins and wait on the second coming of Jesus Christ. We thank you, Lord, for the showers of blessing you showered upon us over the years. Thank you, Father, for answering many of our prayers. To name a few, many young people got married, which we thought to be very difficult. But you bless many couples with the children who were longing to see their next generation. Father, we continue to pray, submit the requests, those who are still waiting for their soulmate, provide them with godly spouses. And the couples longing for the children, please, Lord, bless their reproductive system. Thank you, Jesus, for healing many of your children from various illnesses. This past Christmas week, my son was very ill, COVID positive with 105 temperature for 3 days. The lowest temperature was 103.6. My earnest prayer was, Lord, do not let the child suffer from complication and heal him as you healed the mother-in-law of Peter. And by the grace of God, he recuperated from it without any problem. I thank God for sparing his life. Jesus, we still have many of your children in sick bed. Please touch them with your righteous right hand from top of the head to the insole of their feet and whisper into the ears, child, you are healed. God the Father, God the Son, God the Holy Spirit, increase
our faith in you. Father, we submit all our spiritual fathers in your hands, beginning with Baba Tirumeni, all the metropolitans, all the bishops, all the priests, also the deacons who are yearning to serve you. And Lord, please fill them with the Holy Spirit to feed your sheep. Provide their needs, protect them, cover them with the blood of Jesus Christ. Abba, Father, you know, your church is in distress now. In many parts of the world, there's persecution going on. We are watching signs of end days daily as we heard the Bible reading this morning. Lord, we just not read, but absorb them in our heart, meditate them, and follow Jesus' teaching, and be a child of God. Bless us to be a true follower of Jesus Christ. And we pray for the leaders leading the MMS organization. Bless them abundantly for their earnest works and for the spiritual growth of the women and giving alms to the needy. And there are two people, young people who left your faith, my Lord. We present them in your hand. One young man and one young lady. They don't know each other. The parents told me to pray for them, to ask for their return. I ask every one of you who are hearing this prayer, please pray for the children to come back to faith. In Jesus' name I pray. Amen. Amen. ബാറക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവതിന്മേലും ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ലിറ്റി. Good afternoon, everyone. Thank you to all who attended today's prayer meeting. I would like to sincerely thank Father Shinu Thomas Achan for his inspiring message and for reminding us through the life of Ifta to remain faithful to God even in times of struggle. Thank you, Shinu Achan, for your time and encouragement. My gratitude to ABHN for your guidance and words of hope. A special thanks to Elizabeth Andy for coordinating this prayer meeting, and to all the Atlanta region volunteers, Deepthi Varghese, Eliama Philip, Gigi Philip, Sarama Thomas, Susan Varghese, Bensi Jiju, and Leela Ipen for leading the Bible reading, songs, and intercessory prayers. Finally, thank you to the MMES office bearers for your leadership and support. Thank you all, and may God bless us all. Thank you. Thank you, Litti. Thank you, Litti.